ചേറ്റുവ മണപ്പുറം ബീച്ച് ഫെസ്റ്റിവൽ 11ാം വർഷത്തിന്റെ നിറവിലേക്ക്. കഴിമ്പ്രം ബീച്ചിൽ ഈ മാസം 24 മുതൽ 31 വരെയാണ് ഫെസ്റ്റിവൽ നടക്കുക. ഈ മാസം 24 ബുധനാഴ്ച മണപ്പുറം ബീച്ച് ഫെസ്റ്റിവലിന് കൊടിയേറുമെന്ന CC മുകുന്ദൻ MLAയുടെ നേതൃത്വത്തിലുള്ള സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബുധനാഴ്ച വൈകിട്ട് 6 നടക്കുന്ന കൊടിയേറ്റിന് ശേഷം 7 മണിക്ക് നക്ഷത്ര പെരിഞ്ഞനം അവതരിപ്പിക്കുന്ന വീരനാട്യം അരങ്ങേറും. വ്യാഴാഴ്ച വൈകിട്ട് 7 നടക്കുന്ന ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് മ്യൂസിക്കൽ ബാൻഡ് അരങ്ങേറും. തുടർന്നുള്ള ദിവസങ്ങളിൽ ദഫ്മുട്ട, DJ, സന ലൈവ് ഷോ, കൈകുട്ടിക്കളി, ഒപ്പന, മണലൂർ ഗോപിനാഥ് അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളൽ, ഞാറ്റുപാട്ട്, ഫോക്ക് മെഗാ ഷോ തുടങ്ങിയ പരിപാടികൾ അരങ്ങേറും. ഈ മാസം 29 തിങ്കളാഴ്ച വൈകിട്ട് 6 കളരിപ്പയറ്റ്, ഗാനമേള എന്നിവ നടക്കും. 30 ചൊവ്വാഴ്ച റിമി ടോമി നയിക്കുന്ന മ്യൂസിക്കൽ ലൈവ് ഷോ അരങ്ങേറും. 31 ബുധനാഴ്ച കാരവൻ മ്യൂസിക്കൽ ബാൻഡ് അരങ്ങേറും. തുടർന്ന് പുതുവർഷ പുലരിയെ വരവേറ്റുള്ള DJ നൈറ്റ് കഴിമ്പ്രം ബീച്ചിലെത്തുന്ന ആയിരങ്ങളെ ആവേശത്തിലാഴ്ത്തും. രാത്രി 12 മണിക്ക് ക്രിസ്മസ് പാപ്പ ഫെയർ ഷോ നടക്കും. തുടർന്നുള്ള വർണ്ണമഴയോടെ 11ാമത് മണപ്പുറം ബീച്ച് ഫെസ്റ്റിവലിന് സമാപനമാകും. CC മുകുന്ദൻ MLA കൂടാതെ ജനറൽ കൺവീനർ ശ്രേയസ് രാമചന്ദ്രൻ, കോർഡിനേറ്റർ പ്രിയൻ കാഞ്ഞിരപ്പറമ്പിൽ, ബീദി ഹരൻ നെടിയിരിപ്പിൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരു മണ്ഡലാടിസ്ഥാനത്തിൽ നടത്താൻ ആഗ്രഹിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ വിപുലമായ രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ പണികളും കഴിഞ്ഞു. അത്യാവശ്യം അവിടെ ചില പണികൾ മാത്രമേ ഉള്ളൂ. ചില അവർ കൊണ്ടുവന്ന ചെടലും എടുക്കലൊക്കെ ഉണ്ട്, അവിടെ നടക്കുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാ പണികളും ക്ലിയറായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നാളെ ഗ്രാമപണിക്കലാണ് പതാക ഉയർത്തും. അത് കഴിഞ്ഞാൽ നാളെ മറ്റന്നാള് നമ്മുടെ മന്ത്രി K. രാജൻ വന്നതിൻ്റെ മറ്റുള്ള കർമ്മങ്ങൾ നടത്തും. പിന്നെ ഘട്ടം ഘട്ടമായി ഞങ്ങൾ പല മന്ത്രിമാരെ ക്ഷണിച്ചിട്ടുണ്ട്. അവരെ സമയം നോക്കിയിട്ട് ഈ പരിപാടികൾക്ക് പങ്കെടുക്കാമെന്ന് ചില ഉറപ്പുകൾ ചിലർ നൽകിയിട്ടുണ്ട്. എന്തായാലും ഒരു മന്ത്രി മാത്രമല്ല വരുന്നത്, പല മന്ത്രിമാരും നമ്മുടെ കരിമ്പുഴ ഫെസ്റ്റിവൽ പങ്കെടുക്കാൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഭംഗിയായിട്ട് നടക്കും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ പ്രദേശത്ത് ഇങ്ങനെ വലിയ ഞങ്ങളുടെ കമ്മിറ്റി ചില കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ബീച്ച് ഫെസ്റ്റിവൽ മാത്രം നടത്തിയാൽ പോരാ, ആൾക്കാരെ അറിയപ്പെടുന്ന രീതിയിലുള്ള ചില വികസനങ്ങൾ ആ പ്രദേശത്ത് കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. വെറുതെ കുറെ പൈസ ചെലവാക്കി മുന്നോട്ട് പോകുന്നത് ശരിയല്ലല്ലോ. അപ്പൊ അതിന് ശാശ്വതമായ ഒരു പരിപാടി എന്ന നിലയിൽ അതും കൂടി ഈ കമ്മിറ്റി ആലോചിച്ച് നമ്മുടെ കരിമ്പുഴ പ്രദേശത്ത് ഒരു വികസനം, പൂർണ്ണമായ ഒരു വികസനം കൊണ്ടുവരാനുള്ള ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരാനുള്ള ഏർപ്പാട് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. അതും ഇതിന്റെ ഒരു ഭാഗമാണ്. ചേറ്റുവ മണപ്പുറം ബീച്ച് ഫെസ്റ്റിവൽ 11ാമത് എഡിഷൻ ഡിസംബർ 24 മുതൽ 31 വരെ നാളെ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ വിപുലമായ പരിപാടികളാണ് ഈ വർഷം ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇപ്പൊ കേരളത്തിലെ പ്രശസ്ത ഗായിക റിമി ടോമിയാണ് 30ാം തീയതി റിമി ടോമി ലൈവുമായി തീരദേശത്ത് കഴിമ്പ്രം ബീച്ചിൽ എത്തുന്നത്. 25ാം തീയതി വലിയ ഒരു മ്യൂസിക്കൽ ബാൻഡ് ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ അൻവർ സദാത്തും ഹർഷവർദ്ധനൊക്കെ നയിക്കുന്ന ഒരു ബാൻഡ് അതിന്റെ ഭാഗമായിട്ട് അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. 27ാം തീയതി കായിക പരിപാടികളുമായി ബന്ധപ്പെട്ട് കളരിപ്പയറ്റും ജൂഡയും കരാത്തയും ഒക്കെ അതിന്റെ പ്രദർശനങ്ങളും ഒക്കെയാണ് 27ാം തീയതി തയ്യാറാക്കിയിട്ടുള്ളത്. 26ാം തീയതി ഇന്റർനാഷണൽ റാപ്പർ DJ സന ആദ്യമായി തീരദേശത്ത് എത്തുകയാണ്. 26ാം തീയതി DJയുമായി ബന്ധം. 28ാം തീയതി വള്ളുവനാട് കൃഷ്ണകലാനിലയത്തിന്റെ നാടൻപാട്ട്, ഞാറ്റുപാട്ട്, ഫോക്ക് ഈവന്റാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. 29ാം തീയതി കേരളത്തിന്റെ പ്രശസ്ത പിന്നണി ഗായകൻ കൊല്ലം ഷാഫിയും പിന്നെ ഗോകുൽരാജും നയിക്കുന്ന വലിയ ഒരു മെഗാ ഗാനമേളയാണ്.